എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്ക്. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളം ഇഷ്ടത്തിലാണ്. ഈ പെണ്ണിന്റെ കല്യാണം നിശ്ചയിച്ചതാണ്. കല്യാണത്തിന്റെ തലേന്ന് ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോട്ടം. ആ പയ്യനും പയ്യന്റെ വീട്ടുകാരും രക്ഷപ്പെട്ടു. കാരണം കല്യാണത്തിന് ശേഷമാണ് ഈ ഒളിച്ചോട്ടമെങ്കിൽ അതൊരു ദുരന്തമായി മാറിയേനെ. ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കുകയായിരുന്നു. ഈ പെണ്ണ് പറയുന്നത് ചേച്ചിക്ക് എല്ലാം അറിയാമായിരുന്നു, പക്ഷെ ചേച്ചി മറച്ചു വെച്ചു എന്നാണ്. പിന്നെ ആ ചേച്ചി എന്ത് ചെയ്യണമായിരുന്നു? നാട്ടിൽ മൊത്തം പറഞ്ഞു നടക്കണമായിരുന്നോ? എൻ്റെ അനിയത്തിയും ഭർത്താവും തമ്മിൽ നല്ല പ്രേമത്തിലാണ് കേട്ടോ എന്ന് പറഞ്ഞു നടക്കണമായിരുന്നോ? അത്രക്ക് നല്ല കാര്യമാണോ നിങ്ങൾ രണ്ടുപേരും കാട്ടിക്കൂട്ടിയത്? അപ്പൊ ഞങ്ങള് പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വരരുത്. വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അതായത് ഇന്ന് ഏട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ അല്ല. ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചിട്ടുണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇനിയൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ആൾക്കാരാണ്. നമ്മൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. സ്വന്തം ചേച്ചിയുടെ ജീവിതം തൊലച്ചിട്ട് ചേച്ചിയുടെ 2 മക്കളുടെ ജീവിതം വഴിയാധാരമാക്കിയിട്ട് അവളുടെ ആത്മാർത്ഥമായ പ്രണയം അല്ലേ? അപ്പുറത്തിരിക്കുന്ന തെണ്ടിന്റെ അവസ്ഥയെന്നാ? 2 മക്കളെ ഒഴിവാക്കി ഭാര്യയെ ഒഴിവാക്കിയിട്ടാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. ആത്മാർത്ഥമായ പ്രേമം അല്ലേ? എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞാൻ അത്രയും ഇഷ്ടത്തിലാണ്. വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ രക്ഷാരും പറയണത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഭാര്യയ്ക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നു. ഞാനെല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ തെണ്ടി പറയുന്നത്. കുറച്ചുളുപ്പ് ഈ തെളിവും അവളെ കയ്യിൽ നിന്ന് കിട്ടുക. അപ്പോ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരുന്നത് ഞാൻ വരും തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാണ്ട്. വേറെ 3 ആളെ കൊണ്ടുപോകാനുണ്ടെന്നാ? അപ്പൊ ഇയാളെ ഭാര്യയ്ക്ക് ഇത് കൂടാണ്ട് വേറെ അനിയത്തിയാളുണ്ട്. അതാണ് സംഗതി. മോളെ, നല്ല ആളോട് ഇറങ്ങി തിരിച്ച കേട്ടാ. എന്തായാലും ഒരു 5-6 മാസം കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു വാർത്ത കൂടി വരും. അപ്പോൾ അതും ഞങ്ങൾ റിയാക്ട് ചെയ്തോളാം. എനിക്ക് പറ്റൂല.